99 ശാസ്താംകോട്ട DB കോളേജ് ഡിഗ്രിക്ക് വരുന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് പ്രൊഫഷണലായിട്ട് ഇറങ്ങുന്നത്. അതിന് കാരണക്കാരൻ ഇന്ന് ആള് നമ്മളോടൊപ്പം ഇല്ല, PS ബാനർജിയാണ്. അന്ന് കോളേജിൽ നാടോടി എന്ന് പറയുന്നൊരു ലഘു നാടകങ്ങളും ഒക്കെ വെച്ചിട്ട് അന്നത്തെ ആനുകാലിക പ്രസക്തമായ സംഭവങ്ങൾ വെച്ചിട്ട് പ്രതിഷേധാർഹമായ ലഘു നാടകങ്ങളൊക്കെ കളിക്കുന്ന ഒരു ടീമുണ്ടായിരുന്നു, പ്രകാശ് കുട്ടൻ എന്ന് പറയുന്ന അണ്ണൻ്റെ നേതൃത്വത്തിൽ. അതിനകത്ത് ബാനർജി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാടകങ്ങളുടെ ഗ്യാപ്പിൽ അവൻ ഇടയ്ക്ക് നാടൻപാട്ട് പാടുമായിരുന്നു. അങ്ങനെ അവരത് കുറച്ചുകൂടെ നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്താൽ എന്താ, ഈ നാടൻപാട്ട് മാത്രം ഒരു പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അന്ന് ആ സമയത്ത് ബാനർജി ഒറ്റയ്ക്കായിരുന്നു ഈ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ പാടുന്നത്. അവനുള്ളായിരുന്നു പാടാൻ. അതിനു മുമ്പേ ബാനർജി എനിക്കറിയാം. ഞാൻ VHSക്ക് പഠിക്കുന്ന സമയത്ത് അവിടെ നാടക മത്സരത്തിന് നാടകം എടുക്കാമെന്ന് ഇവരായിരുന്നു. അപ്പോൾ അതിനകത്ത് തുടക്കം ആദിയില്ലല്ലോ എന്ന് പറയുന്ന പാട്ട് പാടി നാടകം തുടങ്ങുന്നത്, ഞങ്ങൾ എൻട്രി ആവുന്ന സ്റ്റേജിലേക്ക്. അങ്ങനെ ഞാനും ബാനർജി, സുധി, ഞങ്ങൾ കുറേ, ശശീന്ദ്രബാബു, ഇവർ രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല. ഒരുമിച്ച് ഞങ്ങൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നിരവധി വേദികളിൽ അന്ന് ജീപ്പൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ പരിപാടിക്ക് പോകുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വിരളിലെണ്ണാവുന്ന നാടൻപാട്ട് സംഘമൊക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഡൈനാമിക് ആക്ഷനിൽ നിന്ന് മാറിയതിന് ശേഷം കുട്ടുപ്പസാറ് തായില്ലോ എന്ന് പറയുന്നൊരു ടീം ഫോം ചെയ്തു. കരിന്തലക്കൂട്ടമുണ്ട്, പിന്നെ പാലക്കാട് ടീമുണ്ട്. അങ്ങനെ വിരലിലെണ്ണാവുന്ന എനിക്ക് തോന്നുന്നു ഒരു 10 സംഘത്തിനകത്തേ ഉള്ളൂ അന്ന്. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ യുവാക്കളിൽ നിന്ന് ഈ മേഖലയിലേക്ക് വരുന്ന 2 വ്യക്തികളായിരുന്നു ഞങ്ങളെന്ന് തോന്നുന്നു ആ സമയത്ത്. അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ അന്ന് കുട്ടുപ്പസാറൊക്കെ ഭയങ്കരമായ പ്രോഗ്രാം മൊത്തത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. അതെ അതെ. ഞാൻ കുഞ്ഞുനാളിൽ ദൂരദർശനില് കുറേ ഫോറിനേഴ്സ് ഇരിക്കുന്നു. അവരുടെ മുന്നിൽ ഒരു വെള്ള ജുബ്ബയിട്ട് ഒരു 4-5 കലാകാരന്മാർ വേർത്തൊലിച്ച്, അന്ന് ഇതുപോലെ ക്യാമറയും മേക്കപ്പ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് നാടൻപാട്ട് പാടുകയാണ്. ആദ്യമായിട്ട് ഞാൻ നാടൻപാട്ട് കേൾക്കുന്നത് ദൂരദർശനില്ല. അപ്പോൾ പാടുന്നൊരു കലാകാരനെ ഞാൻ ശ്രദ്ധിച്ചു. വളരെ മെലിഞ്ഞ ഒരു കലാകാരൻ, മുടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലായത് അത് ബാനർജി എന്ന വലിയൊരു കലാകാരനാണ്. നമ്മെ വിട്ടുപിരിഞ്ഞു പോയി അദ്ദേഹം.